മാസപ്പടി ഇടപാടിൽ CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ CBI, ED ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. വീണയുടെയും CMRL ഉടമകളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി ഓഹരി പങ്കാളികൾക്ക് നൽകണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി SFIO ഡയറക്ടർക്ക് ഷോൺ കത്ത് നൽകി. മാസപ്പടി ഇടപാടിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ CMRL കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയത് കേരള തീരത്തെ കടൽമണൽ കൊള്ളയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് തൽസ്ഥാനത്ത് തുടരുന്നതെന്നും BJP നേതാവ് ഷോൺ ജോർജ് തുറന്നടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ കരിമണൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയ പണത്തിന്റെ അഴിമതി വശം CBIയും കള്ളപ്പണ ഇടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ ആവശ്യം. വീണയുടെയും CMRL ഉടമകളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി ഓഹരി പങ്കാളികൾക്ക് പണം നൽകാനുള്ള നടപടി വേണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. CMRLന്റെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മാനേജ്മെന്റ് ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ സെക്ഷൻ 212 അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം CBI അന്വേഷിക്കേണ്ട കുറ്റമാണ്. ഇവിടെ കൃത്യമായി മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ED കേസ് എടുക്കേണ്ടതാണ്. ഈ എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് ഇന്നുവരെയും പറഞ്ഞിട്ടില്ല. കരിമണൽ കമ്പനിയായ CMRLൽ അനധികൃതമായ 282 കോടിയുടെ ഇടപാട് SFIO കണ്ടെത്തി. ഇതിൽ 2.82 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായും വീണയുടെ കമ്പനിയായ എക്സലോജിക് IT സൊല്യൂഷൻസുമായി ഉള്ളതാണ്. CMRLനെ കൂടാതെ 8 കമ്പനികളിൽ നിന്നും വീണ പണം കൈപ്പറ്റിയിട്ടുണ്ട്. വീണയ്ക്ക് ഏറ്റവും കൂടുതൽ പണം നൽകിയ ഒന്നാമത്തെ കമ്പനി CMRL ആണെങ്കിൽ രണ്ടാമത്തേത് സാന്റാമോണിക്കയാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. 8 സ്ഥാപനങ്ങളിൽ നിന്നും വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പണം വീണയുടെ കമ്പനിക്ക് നൽകിയത് CMRL ആണ്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് സാന്റാമോണിക്ക. ജനം, കൊച്ചി.